അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? എന്താ ഹമീദേ, കാര്യം പറ. എന്ത് പറയാനാണ്? ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരണത്തിനിടെ കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം. എന്തിന്? നിയമം അറിയില്ല, അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ച കാര്യങ്ങൾ നോക്കിയില്ല എന്നുള്ളത് ജാസ്മിൻ ജാഫറിന്റെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു തെറ്റാണ്. അതിനുള്ള എന്താ പറയാ മാപ്പ് അവര് പറഞ്ഞിട്ടുമുണ്ട്. അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ? ഇതിന് അറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. നാളെ രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലിയും വീണ്ടും നടന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഒരു ദൈവത്തിന് മുന്നിൽ എല്ലാവർക്കും ഒരേ നിയമമാവട്ടെ. കല്യാണത്തിന് വരുമ്പോൾ ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പാടില്ല. അത് ശരിയാ. എന്ത് ശരി? ഇതൊന്നും നടക്കണ കാര്യമല്ല. കല്യാണത്തിന് ദേവസ്വത്തിന് കാശ് കിട്ടും, അവിടെ വെച്ച് കല്യാണക്കാർക്ക് വീഡിയോ എടുക്കാം. കാറ് പൂജിക്കാനാന്ന് പറഞ്ഞാൽ നടപ്പന്തലിനകത്ത് കയറ്റിയിട്ട് പൂജിക്കുന്നതിന്റെ വീഡിയോ ഫോട്ടോസ് എടുക്കാം. അതൊന്നും വിഷയമല്ല. തുലാഭാരം നടത്താന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അതിന്റെ വീഡിയോ എടുക്കാം. ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? ഈ പറയുന്ന ഏതെങ്കിലും വിശ്വാസികളുടെ, ഹിന്ദു വിശ്വാസികളുടെ തന്നെ പൂർവികർക്ക് പലർക്കും ഈ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നോ? ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അന്നും ഈ അശുദ്ധി, അയിത്തം, തൊട്ട് തീണ്ടായ്മ, അകറ്റി നിർത്തൽ, ഈ സംഗതികൾ ഉണ്ടായിരുന്നില്ലേ? ചോദ്യം, ന്യായം. അതായത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്നല്ലേ മാറി ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഇപ്പോഴും ഇതേ സാധനം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അന്യമതസ്ഥൻ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അയ്യപ്പനെ പാടി ഉറക്കാൻ, ഹരിവരാസനം പാടാൻ യേശുദാസ് വേണം. കേറിക്കൂടാ. നന്നായിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന് കാശ് കൊടുത്ത് പണ്ണുന്ന പരിപാടികൾക്കൊക്കെ വീഡിയോ എടുക്കാൻ എടുത്ത ഒരു കുഴപ്പമില്ല. ഇത് ഏത് ദൈവ പറഞ്ഞിട്ടുള്ളത്? നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. അപ്പൊ ദൈവമല്ല ഇവിടുത്തെ പ്രശ്നം. ദൈവത്തിന് ഉണ്ടാക്കി ഈ മനുഷ്യന്മാർക്കാണ് സീൻ. കാശ് ഏതെങ്കിലും വഴിക്ക് പിഴിഞ്ഞുണ്ടാക്കണം. ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ, രാമായണത്തിലോ, അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? അങ്ങനെ പറയരുത്. നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ, നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മേന്നെ കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മനുഷ്യൻ വെളിവ് വേണം, വെളിവ്. മതി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.